നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ സംഗീതം എന്ന് പറയുന്നത് തൊട്ടയലത്തു കൂടി പോലും പോയിട്ടില്ലാത്തൊരു മോള്. അവളെ തന്ത്രത്തിൽ വലിയ ഗായികയാക്കാൻ അവരെ നോക്കി. അതിന് ചെയ്തതോ നിങ്ങളുടെ അവസ്ഥ മുതലെടുത്ത് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി കുറച്ച് ക്യാഷ് തന്ന ഒരാളുടെ ശബ്ദം വിലയ്ക്ക് വാങ്ങി. പിന്നെ എന്നിട്ടോ അതിന്റെ പേരിൽ തന്നെ ആ അമ്മയും മകളും എന്തുമാത്രം വേദനിപ്പിച്ചു. എന്നിട്ട് ശ്യാമയുടെ അച്ഛനെയും അമ്മയും അപ്പുനെങ്കിലും അവർ വെറുതെ വിട്ടോ? അല്പമെങ്കിലും മനുഷ്യത്വം, എന്തിന് ചെറിയൊരു മാനുഷിക പരിഗണന, അതെങ്കിലും ശ്യാമയുടെ അമ്മയും മകളും കാണിച്ചോ? പറയൂ. ആ അമ്മയും മകളും കാരണം താൻ ഒഴിക്കാൻ കണ്ണീരിന് കണക്കുണ്ടോ? പറയൂ. മനഃപൂർവ്വം അവസരങ്ങൾ ഉണ്ടാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ ശ്യാമയെ അപമാനിക്കില്ലല്ലേ ആ അമ്മയുടെ മകളുടെ ജോലി? സ്വന്തം മകളെ പ്രശസ്തയാക്കിയവളാ താൻ. ആ നന്ദിയൊന്നും വേണ്ട. എങ്കിലും അതിന്റെ ചെറിയൊരു പരിഗണന അതെങ്കിലും ആ സ്ത്രീയിൽ നിന്ന് തനിക്ക് കിട്ടിയിട്ടുണ്ടോ? സത്യത്തിൽ ഇപ്പോ കുറ്റബോധം തോന്നേണ്ടത് തനിക്കല്ല, ആ അരുന്ധതിക്ക്. വിസ്മയുടെ അവസ്ഥയില് വലിയ വിഷമത്തിലാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇപ്പൊ മനസ്സിന് ഒരു ആശ്വാസമുണ്ട്. സാരില്ലടോ, തന്റെ മനസ്സ് അത്രയ്ക്ക് ശുദ്ധ. അവിടെ സ്നേഹം മാത്രമേ ഉള്ളൂ. അതാ ഇത്രയ്ക്ക് വിഷമിക്കുന്നത്. സാരില്ലടോ, അതൊക്കെ വിട്ടുകളയെ. വിസ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. അവള് ജീവിതത്തിലേക്ക് തിരിച്ചു വരും. എല്ലാത്തിനും ഞാനില്ലേ കൂടെ, പിന്നെ എന്തിനാ താൻ വിഷമിക്കുന്നത്? എന്റെ കണ്ണ, എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന എന്റെ അഖിൽ സാറിന്റെ അച്ഛൻ ഞാൻ വിസ്മയ്ക്ക് കൊടുത്ത വാക്കറിയുമ്പോ എന്തായിരിക്കും സംഭവിക്കുക? ഓർക്കാനേ പറ്റുന്നില്ല. ഏതായാലും ഇതെന്റെ മോടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. സാറിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. ഏയ്, നന്ദിയുടെ ആവശ്യമുണ്ടോ? ശ്യാമ നന്നായി പാടും. അതാ ഞാൻ എന്റെ പാട്ട് പാടാൻ ശ്യാമയെ തന്നെ സെലക്ട് ചെയ്തത്. ഈശ്വര, നന്നായി തന്നെ നടക്കട്ടെ. എന്റെ മോളുടെ ഭാഗ്യം. ആ, മക്കള് വന്നല്ലോ. ഹലോ, നമസ്കാരം. നമസ്കാരം. അപ്പോ ഇനി കൂടുതലൊന്നും സംസാരിക്കാനില്ല. ശ്യാമയുടെ മ്യൂസിക് റെക്കോർഡിംഗ് നാളെ ഫിക്സ് ചെയ്തിരിക്കുക സാഗര സ്റ്റുഡിയോയില്. എന്റെ ഈശ്വര. നാളെ ഷാർപ്പ് 10 o'clock കൃത്യം 10 മണിക്ക് എന്നെ റെക്കോർഡിംഗ് തുടങ്ങണം. അക്കാര്യത്തിൽ കുറച്ച് നിർബന്ധ ബുദ്ധിയുള്ള ആളാ ഞാൻ. ഓക്കെ സർ, കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ സാഗര സ്റ്റുഡിയോയിൽ എത്തിയിരിക്കും. ഞാൻ കാർ അയക്കും. അതിൽ 2 ആളും അങ്ങ് എത്തിയാ മതി. സർ, വലിയ ഉപകാരം. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഇത്. ആ സന്തോഷം കടപ്പാടും എങ്ങനെയാ പറഞ്ഞറിയിക്കേണ്ടെന്ന് എനിക്കറിയില്ല. ഹേയ്, ശ്യാമയെ പോലെ സ്വരമാധുര്യമുള്ള ഒരു കുട്ടിയെ കൊണ്ട് പാടിക്കാൻ സാധിക്കുന്നത് എന്റെ ഭാഗ്യമെന്നാ ഞാൻ കരുതുന്നത്. അരുന്ധതി വിസ്മയ ഇഷ്യൂസ് അഖിൽ പറഞ്ഞപ്പോഴാ ഞാൻ അറിയുന്നത്. ദൈവം അനുഗ്രഹിച്ചു തന്ന ഈ ശബ്ദം ഇത്രയും കാലം ശ്യാമ നഷ്ടപ്പെടുത്തിയെന്ന് ഞാൻ പറയൂ. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയും അങ്ങനൊരു അബദ്ധത്തിൽ പോയി ചാടാതിരിക്കാനാ ഞാൻ ഈ പറഞ്ഞത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.